ഷെലീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചിക്കൻ കൊണ്ട് നമ്മൾ പെപ്പർ ചിക്കനാണ് വെക്കാൻ പോകുന്നത്. എങ്ങനെ വെക്കാമെന്ന് നോക്കാം. പോവാം നമുക്ക് വീഡിയോയിലേക്ക്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 കഷ്ണം കറുകപ്പട്ടെ, 3-4 കഷ്ണം തക്കോലം കൂടി ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. തൈരില്ലെങ്കിൽ നമ്മൾ 2 തക്കാളി എടുത്ത് അടിച്ചൊഴിച്ചാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകിയെടുക്കണം നമ്മൾ ചിക്കൻ. ഞങ്ങളിവിടെ ചിക്കൻ മേടിക്കുന്ന ചിക്കൻ സെൻറ്ററിൽ ഒരു വീടാണ് കേട്ടോ അത്. ആ വീട്ടിൽ നമ്മൾ ചിക്കൻ മേടിക്കുമ്പോൾ അവർ തന്നെ 2-3 വെള്ളത്തിലൊക്കെ കഴുകിയിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ബ്ലഡൊന്നും ഉണ്ടാവില്ല. നല്ല സൂപ്പറായിട്ട് കിട്ടും. പിന്നെ നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി കഴുകിയാൽ ക്ലീനാവും. ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കനകത്തുനിന്ന് നമുക്ക് വെള്ളം ഇറങ്ങി വരും. അത് മതിയാവും. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. തീ കുറച്ചിട്ട് വേവിച്ചാൽ മതി. തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയതേ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊന്ന് തുറന്ന് വെച്ച് വേവിക്കാം. ചിക്കൻ കറി കുറച്ച് വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ. ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കഷ്ണം ഉടഞ്ഞ് പോകാണ്ട് ഇളക്കാം. 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരുവിധം കൊണ്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. കറിക്ക് കുറച്ച് ഗ്രേവി വേണം. അതിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ, 1-ാം പാലാണിത്, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കാം. 2-ാം പാൽ നമുക്ക് ആവശ്യമില്ല. ഇങ്ങനെ നല്ല കട്ടിയിൽ പാലെടുത്തിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കഷ്ണമൊക്കെ നമ്മുടെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല സൂപ്പർ കഷ്ണം ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും ഗ്രേവിയോട് കൂടിയാണ് തയ്യാറാക്കി വയ്ക്കുന്നത്. ഇങ്ങനെ ലേശം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇന്നത്തെ നമ്മുടെ ചിക്കൻ കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും, നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.